നമസ്കാരം, എൻ്റെ പേര് രശ്മി വരുൺ. മാർക്കൻ ഡൈവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളി എംബ്രോയ്ഡേർഡ് ആയിട്ടുള്ള സെമി കൂട്ട സിൽക്ക് സാരീസാണ് വന്നിട്ടുള്ളത്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ഒക്കെയാണ് എല്ലാ സാരീസിലും വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ മുകളിലത്തെ ബോർഡറിൻ്റെ ഏരിയയിൽ മുകളിലും താഴെ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു സ്കാലപ്പ് എംബ്രോയ്ഡറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ചെസ്റ്റ് പാർട്ടിലായിട്ട് നമുക്ക് എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. അത് പീച്ച്, ഗ്രീൻ, പിങ്ക്, ബ്ലൂ ഈ ഒരു കളേഴ്സിൽ വരുന്ന എംബ്രോയ്ഡറി പാറ്റേൺ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ആ ഒരു ചെസ്റ്റ് പാർട്ടിൽ കൊടുക്കാനായിട്ട് ആ ഒരു ഏരിയയിലാണ് വർക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ കണ്ടോ പ്ലീറ്റ്സിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു എംബ്രോയ്ഡറി വരുന്നുണ്ട്. അതിലും നല്ല ഹൈലൈറ്റ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത്. അതേ എംബ്രോയ്ഡറിയാണ് നമുക്ക് പല്ലുവിലും പോയേക്കുന്നത്. പല്ലുവിൽ ഫുള്ളായിട്ട് ആ എംബ്രോയ്ഡറി ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റൈലിലുള്ള എംബ്രോയ്ഡറിയാണ്. കണ്ടോ, ഒരു ഡബിൾ ലെയേർഡായിട്ട് ഫ്ലവേഴ്സ് കട്ട് വർക്ക് ഒക്കെ കട്ട് ചെയ്ത് ആപ്ലിക്ക് ചെയ്തേക്കുന്ന പോലെ ഡബിൾ ലെയേർഡായിട്ട് ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുള്ള രീതിയിൽ നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ്. സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ നമ്മളുടെ താഴത്തെ പ്ലീറ്റ്സിൻ്റെ ബോട്ടം ഏരിയയിലും വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ആണെങ്കിലും ഫുൾ നമുക്ക് എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസിലും ആ ഒരു സെയിം കളേഴ്സിൽ വരുന്ന എംബ്രോയ്ഡറി സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. സ്ലീവിൻ്റെ എഡ്ജിൽ കൊടുക്കാനായിട്ട് നമുക്ക് സ്കാലപ്പും വരുന്ന പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ആൻഡ് കളർ ഇറ്റ് സെൽഫ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാ സാരീസും. ഇനിയും ഒരു 3-4 ഷെയ്ഡ്സ് കൂടെ ഉണ്ട്, കാണിക്കാം. എല്ലാ സാരീസും നല്ല ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 3650 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇന്നത്തെ അടുത്ത സാരി വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട്. പ്ലെയിൻ ബ്ലാക്കിൽ നമുക്ക് ആ ഒരു ഗ്രീൻ, പിങ്ക്, പീച്ച്, പേസ്റ്റൽ കളേഴ്സിലുള്ള എംബ്രോയ്ഡറി പാറ്റേൺ തന്നെയാണ് ഈ ഒരു സാരിയിലും വന്നിരിക്കുന്നത്. ഇതിൻ്റെയും പ്ലീറ്റ്സിൽ നമുക്ക് ഇതുപോലെയുള്ള എംബ്രോയ്ഡറി, താഴത്തെ ബോർഡറിൽ നമുക്ക് ഇതുപോലെയുള്ള എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ ഇതാണ് പല്ലു വരുന്നത്. പല്ലുവിലും സെയിം എംബ്രോയ്ഡറി പാറ്റേൺ ആണ് വരുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ബ്ലാക്കിൻ്റെ അഗെയിൻസ്റ്റ് എംബ്രോയ്ഡറി വരുന്ന പോലെയാണ് ഇതിൻ്റെയും ബ്ലൗസ് പീസ് വരുന്നത്. ആൻഡ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 3650 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഡീപ്പായിട്ടുള്ള റെഡ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. നമ്മളുടെ ക്രിസ്മസിന് പറ്റിയ ഒരു കളറാണ്. അപ്പോൾ ആർക്കെങ്കിലും റെഡ് കളറിലുള്ള സാരി നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഭയങ്കര സോഫ്റ്റാണ്, വളരെ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പ്ലീറ്റ്സ് പിടിച്ച് വെച്ചേക്കാണ്, ബിക്കോസ് ആ ബോർഡറിലെ എഡ്ജിലെ പാറ്റേൺ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ സാരിയിലും പാറ്റേൺ സെയിം തന്നെയാണ്. നമുക്ക് ചെസ്റ്റിലാണ് എംബ്രോയ്ഡറി വരുന്നത്. ബാക്കി മുകളിലും താഴെയും ആ ഒരു ഏരിയയിൽ സ്കാലപ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ പല്ലുവിൽ നമുക്ക് നല്ല എംബ്രോയ്ഡറി വരുന്നുണ്ട്. താഴെ പ്ലീറ്റ്സിലും നല്ല ഹെവി എംബ്രോയ്ഡറി വരുന്ന പോലെയാണ് ഈ സാരിയും വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ സാരിയിൽ ലാസ്റ്റ് സാരിയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഇടവിട്ട് നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് സാരിയിൽ ഞാൻ പറയാൻ മറന്നുപോയി, സെൽഫ് കളറിലുള്ള ത്രെഡ് വെച്ചിട്ട്. ആൻഡ് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. സെൽഫ് കളറിൽ തന്നെ എംബ്രോയ്ഡറി സ്പ്രെഡ് ചെയ്ത് വരുന്ന പോലെയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സാരിയുടെയും പ്രൈസ് നമുക്ക് വന്നിട്ടുള്ളത് 3650 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്, ഒരു ഓറഞ്ചിഷ് യെല്ലോ ഷെയ്ഡിലാണ് നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത്. ഇതിലും എല്ലാത്തിലും നമുക്ക് എംബ്രോയ്ഡറി സെയിം ഷെയ്ഡ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു പീച്ച് പിങ്ക്, പീച്ച് ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിലെയും എല്ലാം എംബ്രോയ്ഡറി പാറ്റേൺ വന്നിരിക്കുന്ന ഏരിയാസ് സെയിം തന്നെയാണ്. നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ്. ആൻഡ് ഇതാണ് പല്ലു വരുന്നത്. ആൻഡ് മിറർ വർക്ക്സ് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സെയിം ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഒരേ സാധനം വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3650 റുപ്പീസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ടു നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് അടുത്തതും. ഇന്നത്തെ എല്ലാ സാരീസും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും കൂടെ മിക്സ്ഡ് ആയിട്ട് ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഒരു ഡ്യുവൽ ടോൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. അതിൽ എംബ്രോയ്ഡറി ഒക്കെ ലാസ്റ്റ് സാരിയിലെ പോലെ തന്നെയാണ്. ആ ഒരു ഗ്രീൻ, ബ്ലൂ അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ്സിലുള്ള എംബ്രോയ്ഡറി ആണ് വരുന്നത്. ഒന്നുകൂടിയും പറയാം, ചെസ്റ്റ് പാർട്ടിലാണ് നമുക്ക് മുകളിൽ എംബ്രോയ്ഡറി വരുന്നത്. താഴെ മുകളിൽ നമുക്ക് സ്കാലപ്പ് പാറ്റേൺ വരുന്നുണ്ട്. പല്ലുവിൽ ഫുള്ളായിട്ട് നമുക്ക് ഹെവി എംബ്രോയ്ഡറി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലീറ്റ്സിലും ഫുൾ നല്ല എംബ്രോയ്ഡറി പാറ്റേൺ വരുന്ന രീതിയിലും ഫുൾ സാരിയിൽ സ്കാലപ്പും വരുന്ന പോലെയാണ് ഈ സാരി വരുന്നത്. സെമി കോട്ട സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. സെൽഫ് കളറിൽ തന്നെ എംബ്രോയ്ഡറി വരുന്ന പോലെയാണ് ബ്ലൗസ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്
3650 rupees. അപ്പോൾ നമ്മളുടെ സെമി കോട്ട സിൽക്ക് കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണിത്. ഇതിൽ ഏതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ വഴുതക്കാടിൽ നിന്നും ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുന്ന വൺ വേയിലാണ് സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്